ശ്രീചിത്ര തിരുനാൾ ആശുപത്രിയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിലെ നാഴികക്കല്ലാണ് പുതിയ PMSSY മന്ദിരം. പൊതുജനങ്ങൾക്ക് അത്യാധുനിക ചികിത്സ നൽകുന്നതിനുള്ള ശ്രീചിത്രയുടെ പരിശ്രമങ്ങൾക്ക് ഇത് കൂടുതൽ കരുത്തേകും. സൈമ എസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും സംയുക്തമായാണ് പുതിയ കെട്ടിടത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത്. 230 കോടി രൂപ ചെലവിലൊരുങ്ങിയ പുതിയ കെട്ടിടവും കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി പൊതുജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സേവനങ്ങളാണ് ശ്രീചിത്രയിലൂടെ ലഭ്യമാകുക. വർഷങ്ങളായി മികച്ച ചികിത്സ നൽകുന്ന ശ്രീചിത്രയുടെ പുതിയ ചുവടുവയ്പും സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹരികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ അത് ഈ ഒരു പുതിയ ബ്ലോക്ക് വരുമ്പോൾ അതിനുള്ള ഒരു സാഹചര്യം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സമൂഹത്തിൻ്റെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കുള്ള ചികിത്സകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സംരംഭമാണ് ഇത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. 9 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 2,70,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ശീതീകരിച്ച കെട്ടിടത്തിൽ 130 ICU കിടക്കകൾ ഉൾപ്പെടെ 170 കിടക്കകൾ ഒരുക്കിയിട്ടുണ്ട്. രോഗികളുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ പേവാർഡുകളായി 40 മുറികളും ലഭ്യമാക്കും. പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമ്പോൾ 9 അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, MRI, CT സ്കാൻ വിഭാഗം, ഹൈബ്രിഡ് കാത്ത് ലാബ് ഉൾപ്പെടെ 4 കാത്ത് ലാബുകളും ഇവിടെയുണ്ടാകും. ആദ്യഘട്ടത്തിൽ തുടർ ചികിത്സയ്ക്കായുള്ള OP ആവും പ്രവർത്തനം ആരംഭിക്കുക. കഴിഞ്ഞ 49 വർഷമായി ചികിത്സാ രംഗത്ത് ബൃഹത്തായ സേവന പാരമ്പര്യമുള്ള ശ്രീചിത്രയ്ക്ക് ഈ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കൂടി വരുമ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമാകുമ്പോൾ ചികിത്സയുടെ മികവിന്റെ കേന്ദ്രമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതോടുകൂടി ഇവിടെ വരുന്ന ഓരോ രോഗികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യവും ലഭിക്കും. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.